കണ്ടോക്കിക്ക ശരിയായ സംഭവം കണ്ടോ. എന്നാണോ വാലിന് തീ പിടിച്ച പോലെ പറയുന്നത്? തീ പിടിച്ച് വാലിനാ? അല്ല, സ്കൂളിനാ ഉള്ളതാണോടാ? സത്യം പറഞ്ഞു, നമ്മള് രണ്ടുപേരും അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു കുഞ്ഞും അറിയത്തില്ല. ഞാനോ? പോടാ. കെമിസ്ട്രി ലാബിനാ തീ പടർന്നേ. അതിപ്പോ ലാഭായല്ലോ. എന്താ? അല്ല, ലാബിന്നാണല്ലോ തീ പടർന്നേ എന്നാ ഉദ്ദേശിച്ചത്. എന്നാലും കെമിസ്ട്രി ലാബിൽ തീ പടർന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കെമിസ്ട്രി സാറിന് തള്ളു കിട്ട ആശ്രയിച്ച വെച്ച കന്നാസെല്ലാം പൊട്ടിത്തെറിച്ചായിരിക്കും. ആരെങ്കിലും കൃത്യസമയത്ത് കണ്ടായിരുന്നെങ്കിൽ തീപിടുത്തം ഒഴിവാക്കാമായിരുന്നെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഒരു 3-3:30 ആയപ്പോ ചെറിയൊരു പുക തന്നെ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ ആരോട് പറയാ? ഞാൻ കെമിസ്ട്രി ലാബല്ലേ, വല്ല രാസപ്രവർത്തനം നടക്കുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഞാൻ എന്തായാലും റിപ്പോർട്ട് ചെയ്യും. നിന്റെ അശ്രദ്ധ മൂലമാണ് സ്കൂൾ ഭാഗികമായി കത്തി നശിച്ചത്. ഇത് ഞാൻ എല്ലാവരും ഞാൻ പറയും. ശരി, ഇത് സ്കൂൾ മുഴുവൻ കത്താത്തന്നെ കാലിപ്പോ നീ എന്നോട് കാണിച്ചിട്ടുണ്ടല്ലോ. മിണ്ടരുത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ലാബ് കത്തുന്ന സമയത്ത് നമ്മുടെ കെമിസ്ട്രി സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അങ്ങേരെ അതിലുണ്ടായിരുന്നു. ലാബ് കത്തുമ്പോ കെമിസ്ട്രി സാർ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് സാറിന് അപകടം എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയതേ പുള്ളിയാ. ലാബിൽ നിന്ന് സിഗരറ്റ് വെച്ച് കുറ്റി എടുത്തായിരുന്നു. അത് നേരെ എന്ന് വേണം സൾഫ്യൂരിക് ആസിഡിലേക്ക്. ബൂം, ഒരു വെടിയും പോകുന്ന നിലവിളി ശബ്ദവും മാത്രം. ഇത് കരിഞ്ഞ വേണോ? മൈ ഗോഡ്. എന്തായാലും കെമിസ്ട്രി സാർ അൽഫാമായ സ്ഥിതിക്ക് ഇനി കുറച്ചാളത്തേക്ക് കെമിസ്ട്രി പഠിക്കണ്ട. അല്ലളിയ, ഒരു കൗതുകം കൊണ്ട് ഇരിക്കുക. ഈ മാത്സിൽ പൊട്ടിത്തെറിക്കാൻ പറ്റിയ വല്ല ഐറ്റംസ് വല്ലതും ഉണ്ട്. അതെന്തുവാ? മാത്സിന് നിലക്ക് കിട്ടുന്ന മാർക്കാ. അത് നിർത്തണ സെറ്റ് വീഡിയോ. ഇവര് പേര് അൻസുമേരി കേട്ടാന്നാണ്. ഇവരധികം വീഡിയോ റിയാക്ഷൻ ചെയ്യാറുണ്ട്. മോൻ ഇതെല്ലാം ഏടുന്നാണ് ഇവർക്ക് കിട്ടുന്നല്ലേ നല്ലൊരു കണ്ടന്റ്. ആ കുട്ടിയുടെ അഭിനയമാണ് എനിക്ക് ഒന്നും പറയാൻ പറ്റാതെ. അടിപൊളിയാ 3 പേര്. എല്ലാവരും ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും കിട്ടലും പോലത്തെ അഭിനയം കേട്ടോ. എന്താ പറയുക, ഒരു നൈസാണ്. പെണ്ണായാലോ പിള്ളേരായാലും അടിപൊളി അഭിനയം കേട്ടോ. സെറ്റ് കണ്ടന്റ്.